ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ സിവിൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്കുള്ള നിയമനത്തിനായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. 1340 ഒഴിവുകളാണുള്ളത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 21/7/2025 നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിൽ കിടക്കാം. ജൂനിയർ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്കുള്ള ആപ്ലിക്കേഷൻ നൽകേണ്ട തീയതി 30/6/2025 മുതൽ 21/7/2025 വരെ. ആപ്ലിക്കേഷൻ ഫീ സമർപ്പിക്കേണ്ട അവസാന തീയതി 22/7/2025. ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യേണ്ട ഡേറ്റ് 1/8/2025 മുതൽ 2/8/2025 വരെ. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ പേപ്പർ 1ന്റെ ഡേറ്റ് 27 മുതൽ 31 ഒക്ടോബർ 2025. പേപ്പർ 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ ഡേറ്റ് ജനുവരി ഫെബ്രുവരി 2026. ഈ നോട്ടിഫിക്കേഷന്റെ അഡ്വൈസ് നമ്പർ വരുന്നത് HQC 3019/2/2025 C3. ഈ തസ്തിക നോൺ ഗസറ്റഡ് ഗ്രൂപ്പ് ബി തസ്തികയാണ്. ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത് 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ. കേന്ദ്ര ഗവൺമെന്റ് ഏതൊക്കെ ഓർഗനൈസേഷനിലാണ് നിയമനവും നോക്കാം. ആദ്യം വരുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ സെക്ഷനാണ്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്ലാനിംഗ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അടുത്ത ഒഴിവ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ തന്നെയാണ്. JE ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സെഷനിലാണ്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്ലാനിംഗ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്സിൽ 30 വയസ്സാണ് ഇതിന്റെയും പ്രായപരിധി. അടുത്തത് ബ്രഹ്മപുത്ര ബോർഡ് മിനിസ്ട്രി ഓഫ് ജൽശക്തി JE സിവിൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. പ്രായപരിധി 30 വയസ്സാണ്. മൂന്നാമത്തെ ഓർഗനൈസേഷൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ JE മെക്കാനിക്കൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പ്രായപരിധി 30 വയസ്സ്. അടുത്തതും സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ തന്നെ JE സിവിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ. പ്രായപരിധി 30 വയസ്സ്. നാലാമത്തെ ഓർഗനൈസേഷൻ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് CPWD JE ഇലക്ട്രിക്കൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ. പ്രായപരിധി 32 വയസ്സ്. അടുത്ത ഒഴിവും CPWD തന്നെ JE സിവിൽ. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. പ്രായപരിധി 32 വയസ്സ്. അടുത്ത ഓർഗനൈസേഷൻ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ. അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഒഴിവുകളുണ്ട്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ ആണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ. പ്രായപരിധി 30 വയസ്സാണ്. അടുത്ത ഓർഗനൈസേഷൻ DGQA നേവൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഇവിടെ 2 സെഷനിൽ ഒഴിവുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സെഷനിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിനും 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടിന്റെയും പ്രായപരിധി 30 വയസ്സാണ്. അടുത്ത ഓർഗനൈസേഷൻ ഫറാക്ക ബറാജ് പ്രോജക്ട് മിനിസ്ട്രി ഓഫ് ജൽശക്തി. ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഒഴിവുകളുണ്ട്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ സെക്ഷനിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. 30 വയസ്സാണ് പ്രായപരിധി. അടുത്ത ഓർഗനൈസേഷൻ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് MES. സിവിൽ സെക്ഷനിലും ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സെക്ഷനിലും ഒഴിവുകളുണ്ട്. സിവിൽ സെക്ഷനിലെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് പ്ലാനിംഗ് എക്സിക്യൂഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിൽ വേണം. അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സെക്ഷനിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇവിടെയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. 30 വയസ്സാണ് പ്രായപരിധി. ലാസ്റ്റ് വൺ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ NTRO. സിവിൽ സെക്ഷനിലാണ് ഇവിടെ ഒഴിവുള്ളത്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. 30 വയസ്സാണ് പ്രായപരിധി.
1340 വേക്കൻസികളാണുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് വൈസ് ആൻഡ് കാറ്റഗറി വൈസിലുള്ള ഡീറ്റെയിൽസ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റായ www.sc.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം. 1/1/2026 ആണ് ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ്. 30 വയസ്സ് പ്രായപരിധി പറയുന്ന തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ 2/1/1996 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 32 വയസ്സ് പറയുന്ന കാറ്റഗറിയിൽ ഉദ്യോഗാർത്ഥികൾ 2/1/1994 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം. SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും PWBD അൺറിസർവ്ഡിന് EWSനും 10 വർഷവും PWBD OBCക്ക് 13 വർഷവും PWBD SC/STക്ക് 15 വർഷവും എക്സ് സർവീസ്മാൻമാർക്ക് 3 വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ യുദ്ധത്തിൽ അപകടം പറ്റിയ ഡിഫൻസ് പേഴ്സൺസിന് അൺറിസർവ്ഡ് EWS OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷവും യുദ്ധത്തിൽ അപകടം പറ്റിയ ഡിഫൻസ് പേഴ്സൺസ് SC/ST വിഭാഗത്തിന് 8 വർഷവും വയസ്സ് ഇളവുണ്ടായിരിക്കും. സ്കീം ഓഫ് എക്സാമിനേഷനെ കുറിച്ച് നോക്കാം. പേപ്പർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. ഇത് 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്ക്. അടുത്തത് ജനറൽ അവയർനെസ് ആണ്, 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. മൂന്നാമത്തെ പാർട്ട് 3 തിരിച്ചിട്ടുണ്ട്. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് പ്രത്യേകം ക്വസ്റ്റ്യനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് പ്രത്യേകം ക്വസ്റ്റ്യൻ, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓരോന്നിനും 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. ഇതിന്റെ ടോട്ടൽ ടൈം വരുന്നത്, അതായത് പേപ്പർ 1 ടോട്ടൽ ടൈം വരുന്നത് 2 മണിക്കൂറാണ് അതിന്റെ എക്സാം ഡ്യൂറേഷൻ. അടുത്തത് പേപ്പർ 2 എക്സാമിനേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇതും ഓരോ സെഷനും സെപ്പറേറ്റ് ആണ് ക്വസ്റ്റ്യന്. സിവിൽ, ഇലക്ട്രിക്കൽ, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് സെപ്പറേറ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ്, 300 മാർക്കാണ് വരുന്നത്. 2 മണിക്കൂറാണ് ഇതിന്റെ ഡ്യൂറേഷൻ. ഇതിന് കേരളത്തിൽ എക്സാം സെന്ററുകളുണ്ട്. കേരളത്തിലെ എക്സാം സെന്ററുകളും അതിന്റെ കോഡ് നമ്പറും പറയാം. എറണാകുളം 9213, കൊല്ലം 9210, കോട്ടയം 9205, കോഴിക്കോട് 9206, തിരുവനന്തപുരം 9211, തൃശൂർ 9212, കണ്ണൂർ 9202. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കർണാടക കേരള റീജിയൻ വെബ്സൈറ്റ് www.scckkr.kr.nic.in. ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയ വെബ്സൈറ്റായ www.sc.gov.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. 1 ടൈം രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. പഴയ വെബ്സൈറ്റായ www.sc.nic.in എന്ന വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പുതിയ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം അപേക്ഷിക്കേണ്ടതാണ്. പഴയ വെബ്സൈറ്റ് ഇപ്പോൾ ഫങ്ഷനിങ് അല്ല. ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി 21/7/2025 ആണ്. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ കുറിച്ച് പറയാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.